അതിനുള്ള കാരണം പാർട്ടിക്കുണ്ടായിരുന്നു എന്ന് തന്നെ പക്ഷേ അഡ്മിനിസ്ട്രേറ്റീവ് ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെയും പുറത്താണ് അങ്ങനെ വി രാജേഷ് ആയിരിക്കും മേയർന്ന് പറഞ്ഞതും അംഗീകരിച്ചതും എല്ലാവരും ചേർന്ന് അംഗീകരിക്കുമെന്ന് ഞാനും അത് ഒന്നും ഇല്ലെന്നേ. അതൊക്കെ നിങ്ങൾ പറയുന്ന കഥകളല്ലേ. അങ്ങനെ അവഗണിക്കപ്പെട്ടതായിട്ടോ അങ്ങനെ എന്താണ് ചതിച്ചതായിട്ടോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതല്ല ഉണ്ടായത്. അങ്ങനെയാണ് 10 സ്ഥാനാർത്ഥികളോടൊപ്പം പ്രവർത്തിച്ച് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ചുമതല. അതാണ് പെട്ടെന്ന് മാറിയിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ദിവസമാണ് എൻ്റെ പേര് വീണ്ടും 3ാമത്തെ പ്രാവശ്യം ഒന്നും കൂടെ പറയുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഈ പ്രതികരണമല്ല ഞാനിപ്പോൾ പറയുന്നത്. ഞാൻ ഹാപ്പിയാണ്, സംതൃപ്തിയാണ്. ഞാൻ കൗൺസിലറായിട്ട് ഒരു 5 വർഷത്തേക്ക് ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. മോനെ, ഒരു അനുരഞ്ജനം വേണ്ടി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് അനുരഞ്ജനത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്നു, വാർത്തകൾ പറയുന്നു. എനിക്കറിയില്ല അതിനെപ്പറ്റി. നിങ്ങൾ തന്നെ അതിന് മറുപടി പറയുന്നു. വാർത്തകൾ പത്രക്കാർ പറയുന്ന വാർത്തകളെ ഞാനും അറിഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഒരു വാർത്ത ഞാൻ കേട്ടിട്ടുമില്ല. എനിക്ക് അതിനെപ്പറ്റി അറിയുകയില്ല. പാർട്ടി ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. എനിക്ക് താല്പര്യമില്ല. ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ല. എനിക്ക് വലിയ താല്പര്യം. എനിക്കിനിയിപ്പോ ഒരു മത്സരത്തിന് ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താല്പര്യമില്ല. കാരണം ഇതൊരു താഴെത്തട്ടിലുള്ള ഒരു അനുഭവം, ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഏറ്റവും താഴത്തെ ഒരു അനുഭവം എനിക്ക് കിട്ടി എന്നുള്ളതിൽ ഞാൻ സന്തുഷ്ടയാണ്. ഇവിടുന്ന് തുടങ്ങി എന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്. ഇനിയിപ്പോ ഈ ശാസ്തമംഗലം വാർഡ് ഞാനൊരു മെച്ചപ്പെട്ട വാർഡാക്കി മാറ്റിയെടുക്കട്ടെ 5 വർഷം കൊണ്ട്. അതാണ് എന്റെ താല്പര്യം. ഇതാണ് ചാരിതാർത്ഥ്യം. ഒട്ടുമില്ല. അങ്ങനെ പറ്റിക്കപ്പെടേണ്ട സാഹചര്യമേ ഇല്ല. സാധാരണ നമ്മൾ കണ്ടുവരുന്നത് അതെന്താ അറിയോ, നിങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. എനിക്ക് അങ്ങനെയല്ല. ചില സാധാരണ ജനങ്ങൾക്ക് ഇതുപോലെ പറ്റിക്കപ്പെട്ടു, ചതിക്കപ്പെട്ടു എന്നൊക്കെ ചിന്തിക്കാൻ പറ്റൂ. എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ആ കുട്ടി മാത്രമായിരുന്നു, വേറെ ആരും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് സത്യസന്ധമായിട്ട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത്. അല്ലാതെ ഞാൻ വെളിപ്പെടുത്തിയതോ എന്റെ നിരാശ പ്രകടിപ്പിച്ചതോ ഒന്നുമല്ല. ഒരു ചോദ്യം വരുന്നതനുസരിച്ചാണല്ലോ നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പൊ ഈ ഒരു ചർച്ചയുടെ ഇടയിൽ കൂടെ ആ കുട്ടി വളരെ നിഷ്കളങ്കമായിട്ട് തുറന്നൊരു ചോദ്യം ചോദിച്ചു. അതിന് ഞാൻ പ്രതികരിച്ചു. എന്റെ പ്രതികരണം സത്യസന്ധമായിരുന്നു. അത് ഇങ്ങനെയാണ് സംഭവിച്ചത്, എനിക്കതിൽ നിരാശയില്ല, ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞതിൽ പിന്നെ നിരാശ കണ്ടെത്തിയതും പ്രതിഷേധം കണ്ടെത്തിയതും ഒക്കെ നിങ്ങളാണ്. എന്തിനെ കുറിച്ച് നിങ്ങൾ എന്താണ് എപ്പോഴും ഇങ്ങനെ പോലീസിലെ പോലെ പെരുമാറുന്നത്? സംസ്ഥാന നേതൃത്വമായിട്ട് അത് ചർച്ച ചെയ്തോ, ഇത് ചർച്ച ചെയ്തോ, മറ്റത് ചർച്ച ചെയ്തോ? എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോന്ന് ചർച്ച ചെയ്യാനാണ്? എന്നോട് നിങ്ങളൊക്കെ ഈ ചോദ്യം ചോദിക്കുന്നതിന് ഉത്തരം എങ്ങനെ പറയണമെന്ന് ഞാൻ പ്ലാൻ ചെയ്ത് സംസ്ഥാന നേതൃത്വം എഴുതി തരുന്ന ഡ്രാഫ്റ്റ് അനുസരിച്ച് അഭിനയിക്കുകയാണോ വേണ്ടത്? അതാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ കരുതുന്നില്ല. ഞാൻ അങ്ങനെ കരുതുന്നില്ല. ഒരുപാട് പേര് ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. എനിക്കറിയില്ല എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നത് പോലെ മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ എന്നുള്ള കാര്യം പോലും എനിക്കറിയില്ല. ഇത് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ രാഷ്ട്രീയക്കാർക്ക് ചേരാത്ത ഒരു ഓണസ്റ്റി എനിക്കുണ്ട്, ഒരു സത്യസന്ധതയും ഒരു ഇന്റഗ്രിറ്റിയും എനിക്കുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ട് പറയാനേ എനിക്കറിയോ. എനിക്ക് കിടന്ന് വരവാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണ്. ഇങ്ങനെ പറഞ്ഞിരുന്നു, അത് ബാക്കി പറഞ്ഞിരുന്നു എന്നറിയില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു. ഞാനിപ്പോൾ BJP ഭരണം പിടിച്ചെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. ഇതൊരു ചരിത്ര നേട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമേ ഇനിയും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇവിടെ ഒരു ഭരണം ഉണ്ടാവുകയാണെങ്കിലും അത് ഭാരതീയ ജനതാ പാർട്ടി തന്നെ സംസ്ഥാനം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഞാൻ. അതിനുവേണ്ടി ഏറ്റവും നല്ല കാൻഡിഡേറ്റ്സിനെ നിർത്തട്ടെ, ജയിച്ചു വരട്ടെ, നിങ്ങളെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അത് സാധ്യമാക്കി തരൂ എന്ന് മാത്രം. അതിനോടൊപ്പം ഞാൻ ഉണ്ടാവും, പ്രവർത്തനത്തിൽ ഞാൻ മുൻപന്തിയിലുണ്ടാവും. ഇവിടെ ആര് സ്ഥാനാർത്ഥിയായിട്ട് നിന്നാലും ഞാൻ കൂടെ നിൽക്കും, പ്രവർത്തനത്തിലുണ്ടാവും. എല്ലാവരുടെയും ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നതാണ് എനിക്ക് സന്തോഷം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ലാതെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യവും ഇല്ല.
അതെനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ ഈ പിന്തുണ ചോദിച്ച് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിച്ചു, ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഇത്രവേ എനിക്ക് തൽക്കാലം പറയാൻ പറ്റുള്ളൂ. എന്തിനാ വിളിക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രതികരണം എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെയുള്ള പ്രതികരണമല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.